ആ പ്രക്ഷോഭത്തിൽ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ കർഷക സംഘടനയെയും കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ അഖിലേന്ത്യാ കിസാൻ സഭയും BKMയും ആ പ്രക്ഷോഭത്തിന് രാജ്യമെങ്ങും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാസവളത്തിന്റെ വില കുത്തനെ ഉയർത്തുകയും രാസവളം അപ്രാപ്യമാക്കുകയും ചെയ്തിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് രാസവളം ലഭ്യമാകാത്ത ദുരവസ്ഥയിലേക്കാണ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം നമ്മെ നയിക്കുന്നത്. ഈ ദുസ്സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തുറ്റ പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അഖിലേന്ത്യാ കിസാൻ സഭയും കർഷക തൊഴിലാളി യൂണിയനും നടത്തുന്നത്. ആ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ 25ാം പാർട്ടി കോൺഗ്രസിലെ സമ്മേളനത്തിലെ നയപരമായ തീരുമാനങ്ങൾ സഹായകരമാണ്. പാർട്ടിയുടെ വരുംകാല നയസമീപനങ്ങൾക്കും പ്രതിരോധ പ്രക്ഷോഭ പരിപാടികൾക്കും രൂപം നൽകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗ വിഭജന സംഘടന